ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞുമല ബോയ്സ് കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലും റെക്കോർഡ് കളക്ഷന് നേടി മുന്നേറുകയാണ്. റിലീസ് ചെയ്ത് മൂന്നാം വാരമാകുമ്പോൾ വേൾഡ് വൈഡ് 140 കോടിയോളമാണ് ചിത്രം കളക്ട് ചെയ്തത്. തമിഴ്നാട്ടിൽ നിന്ന് മാത്രം ഇതുവരെ 25 കോടിയിലധികമാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. 2018 തമിഴ്നാട്ടിൽ നിന്ന് നേടിയ 2.8 കോടിയുടെ റെക്കോർഡാണ് മഞ്ഞുമലിലെ ടീംസ് തകർത്തത്. ഇതിനു പുറമെ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് ആപ്പായ ബുക്ക് മൈ ഷോയിലും ചിത്രം റെക്കോർഡിട്ടു. ബുക്ക് മൈ ഷോയിലൂടെ 25 ലക്ഷം ടിക്കറ്റ് ബുക്ക് ചെയ്യപ്പെട്ട ആദ്യ മലയാള സിനിമ എന്ന റെക്കോർഡാണ് മഞ്ഞുമല ബോയ്സ് സ്വന്തമാക്കിയത്. 17 ദിവസം കൊണ്ട് മഞ്ഞുമല ബോയ്സിന്റെ 29 ലക്ഷം ടിക്കറ്റാണ് വിറ്റുപോയത്. എക്സ് പേജായ സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസാണ് കണക്കുവിവരം പുറത്തുവിട്ടത്. അധികം വൈകാതെ 30 ലക്ഷം ടിക്കറ്റ് എന്ന നാഴികക്കല്ലെന്ന നേട്ടവും ചിത്രം സ്വന്തമാക്കും. രജനികാന്ത് അത്യവേഷത്തിലെത്തിയ ലാല് സലാമിന്റെ തമിഴ്നാട് കളക്ഷന് 2 ആഴ്ച കൊണ്ട് മഞ്ഞുമല ബോയ്സ് മറികടന്നിരുന്നു. 18 കോടി മാത്രമാണ് ലാല് സലാമിന് തമിഴ്നാട്ടിൽ നിന്ന് നേടാനായത്. അതോടൊപ്പം തമിഴ്നാട്ടിലെ പല പ്രമുഖ തിയേറ്ററുകളിലും ഗംഭീര പ്രകടനമാണ് മഞ്ഞുമല ബോയ്സ് കാഴ്ചവെക്കുന്നത്. സിനിമ കണ്ട പല പ്രമുഖരും അണിയറ പ്രവർത്തകരെ അഭിനന്ദിച്ച് രംഗത്തെത്തിയിരുന്നു. കമൽഹാസനും ഗുണ സിനിമയുടെ സംവിധായകൻ സന്താനഭാരതിയും ചിത്രം കണ്ട അണിയറ പ്രവർത്തകരെ ചെന്നൈയിലേക്ക് വിളിപ്പിച്ച് അഭിനന്ദിച്ചു. ഗുണ സിനിമയിലെ കൺമണി എന്ന പാട്ട് മഞ്ഞുമലിൽ പ്ലേസ് ചെയ്തത് കണ്ട് രോമാഞ്ചം വനന എന്നാണ് സന്താനഭാരതി പറഞ്ഞത്. നടനും തമിഴ്നാട് കായികമന്ത്രിയുമായ ഉദയനിധി സ്റ്റാലിന്, സംവിധായകന് കാർത്തിക് സുബ്ബരാജ്, നടന വിക്രം എന്നിവരും അണിയറ പ്രവർത്തകരെ അഭിനന്ദിച്ച് രംഗത്തെത്തിയിരുന്നു. 2006 നടന്ന യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയാണ് ചിദംബരം ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നത്. എറണാകുളത്തെ മഞ്ഞുമലിൽ നിന്ന് ഒരു കൂട്ടം യുവാക്കൾ കൊടൈക്കനാലിലേക്ക് നടത്തുന്ന യാത്രയാണ് സിനിമയുടെ കഥ.